അടൂർ സഹകരണ ബാങ്കിൽ 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന പൊൻതാമരപ്പിള്ള രാജിവെച്ചിരുന്നു. അതിന് പിന്നാലെ ഈ ബാങ്കിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ബാങ്കിന് മുമ്പിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോ ഈ ബാങ്കില് കഴിഞ്ഞൊരു വർഷമായിട്ട് 75 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നെന്നാണ് പ്രസിഡന്റ് തന്നെ ആരോപിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഇവിടെ നടന്നിട്ടുള്ള ക്രമക്കേട്? ഇതൊരു വലിയ കൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരാൾ വന്ന് 30 ലക്ഷം രൂപയുടെ FD ഇടുന്നു, അതിന്റെ പലിശ കിട്ടുന്നില്ല. ആ പലിശ കിട്ടുന്നില്ലെന്ന് അന്വേഷിച്ച് ഈ ബാങ്കിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പലിശ പോകുന്നത് മറ്റൊരു അക്കൗണ്ടിലേക്ക്. ആ 30 ലക്ഷം രൂപ എവിടെ, എന്റെ FD എവിടെയെന്ന് ചോദിച്ചപ്പം അത് മറ്റാരോ പിൻവലിച്ചിരിക്കുന്നു. ആ 30 ലക്ഷം രൂപ എന്തൊരു ഞെട്ടിക്കുന്ന അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് പ്രസിഡന്റായ ആളാണ്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ കാലത്താണ് ഈ ക്രമക്കേട് നടന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്തുകൊണ്ട് അപ്പോൾ അത് പറഞ്ഞില്ല, ഇപ്പോഴതെങ്ങനെ പുറത്തു വരുന്നു? അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംശയം. അതായത് ഇവരുടെ എല്ലാം കൂട്ടുകച്ചവടം തെറ്റുമ്പോഴാണോ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത്? എന്തൊരു ഗുരുതരമായ സംഭവമാണ്. അവിടെ പ്രസിഡന്റിന്റെ വരെ കള്ളയൊപ്പിട്ട് ഇവിടുന്ന് CPM-കാർ പൈസ അടിച്ചു മാറ്റിയിരിക്കുന്ന ഉള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കുറേ കാലങ്ങളായി ഇവിടെ CPM കള്ളവോട്ട് ചെയ്താണ് സഹകരണ ബാങ്കിൽ പിടിച്ചെടുക്കുന്നത്. ഈ ബാങ്കിന്റെ മാത്രം അവസ്ഥയല്ല, തൊട്ട് ഓപ്പോസിറ്റ് പറക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നു. ഈ ബൈപ്പാസിലെ എല്ലാ ഹോട്ടലും നോക്കിക്കോളൂ, ഒരു വണ്ടിയെങ്കിലും ഇടാൻ പാർക്കിംഗ് ഉള്ള ഹോട്ടൽ മുറികളെ അവരെടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ പറക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഒരു വണ്ടി പോലും ഇടാൻ സ്ഥലമില്ലാത്ത ഒരു ഹോട്ടൽ മുറി കോടികൾ മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത് എടുത്ത് ഇപ്പോൾ പൂട്ടിപ്പോയിരിക്കുകയാണ്. അതിപ്പോ ഈ പൊൻതാമരപിള്ള ഒരു CPM-ന്റെ മുൻ MLA-യും ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളുടെ ഭാര്യയാണ്. അപ്പോൾ അവർ വിരൽ ചൂണ്ടുന്നത് CPM നേതൃത്വത്തിനെതിരെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കൂട്ടുകക്ഷി ബന്ധം സംശയിക്കുന്നത്? ലോക്കൽ ഏരിയ ജില്ലാ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ മുഴുവൻ അറിഞ്ഞുകൊണ്ട് 75 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് എന്ന് പറയുമെങ്കിലും 1 കോടിയിൽ പരമുള്ള തട്ടിപ്പാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് ഇവരെല്ലാം വീതിച്ചെടുത്തതിന്റെ പ്രശ്നങ്ങളിൽ നിന്നാണോ ഇതെല്ലാം പുറത്തു വരുന്നത് എന്നാണ് സംശയിക്കുന്നത്. വരും നാളുകൾ അതിശക്തമായ സമരങ്ങളും നിയമ നടപടിയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെയ്യും. അപ്പോൾ എന്തായാലും ബാങ്കിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇതാ ഇപ്പോൾ CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഒരു കൂട്ടുകക്ഷി ക്രമക്കേടാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു അഭിപ്രായ വ്യത്യാസവും രാജ്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടി യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നതിനും വരും ദിവസങ്ങളിൽ സംബന്ധിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സന്തോഷ് ചേവർക്കൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.